അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നിയമം നിലനിൽക്കുന്ന വേളയിൽ ആ നിയമത്തിന് കൃത്യമായിരിക്കുന്ന ശിക്ഷയും വിധിക്കപ്പെട്ടിരിക്കുന്ന കാലയളവിൽ അതേ തെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയെ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന നിയമം വിലക്കിയിരിക്കുന്ന നിയമം മരണശിക്ഷ വിധിച്ചിരിക്കുന്ന അതേ പ്രവൃത്തിയാൽ പിടിക്കപ്പെട്ട അവസ്ഥയിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്കെത്തി. ആ കുരുക്കിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇനി കഴിയില്ല. മരണം തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഒരു മതത്തോടുള്ള ബന്ധത്തിൽ, ഒരു നിയമത്തോടുള്ള ബന്ധത്തിൽ, ആ നിയമം നിലനിൽക്കുന്ന വേളയിൽ ആ നിയമത്തിന് പിന്താങ്ങുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു പുരുഷാരത്തിൻ്റെ നടുവിൽ പിടിക്കപ്പെട്ടു പോയ സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് 7-ാം വാക്യത്തിൽ അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ല് എറിയട്ടെ എന്നവരോട് പറഞ്ഞു. വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് മോശെയ്ക്ക് നിയമത്തിൽ എഴുതിയിരിക്കുന്നുവെന്നും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവൾക്ക് വച്ചിരിക്കുന്ന ശിക്ഷ മരണശിക്ഷയാണ്. ഭക്തനായിരിക്കുന്ന മോശ ലഭ്യമായിരിക്കുന്ന 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത്. അങ്ങനെ വ്യഭിചാരം ചെയ്യുന്നവരെ ജനത്തിൻ്റെ മുമ്പിൽ കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊരു പ്രമാണം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ശ്രേഷ്ഠ പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്ന പ്രമാണം. എന്നാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കർമ്മം മരണശിക്ഷ ഉളവാക്കപ്പെടുന്ന ഒന്നാണ്. എന്നാൽ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ യേശുവിനോട് പറയുക, ഞങ്ങൾ ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ വെച്ച് പിടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പക്കലിരിക്കുന്ന ഞങ്ങളുടെ നിയമത്തിൽ ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് വിധി. എന്നാൽ നീ ഇവളെ കുറിച്ച്, അല്ലെങ്കിൽ ഇവൾക്ക് നീ എന്ത് ശിക്ഷ വിധിക്കും? നിയമം കയ്യിലുള്ള, നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ആചരിക്കണമെന്ന് വിശ്വസിക്കുകയും അത് ചെയ്യുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ജനം മുമ്പിൽ നിൽക്കുകയാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ ഒരു നിയമമാണ്. മരണം തൊട്ട് മുമ്പിൽ എന്തു സംഭവിക്കാം? ഒരു മനുഷ്യൻ്റെ മൗനം നിമിത്തമായോ, ഒരു മനുഷ്യൻ എടുക്കുന്ന വാക്കിലെ യഥാർത്ഥ റിസൾട്ട് എന്താണോ അത് മാത്രമാണ് തൻ്റെ മുമ്പിൽ മരണത്തിന് ടൈം വെച്ചിരിക്കുന്നത്. ആ മരണത്തിൻ്റെ തലനാരിഴയ്ക്ക് മുമ്പിൽ മരണം ജീവിതം പിടഞ്ഞു മരിക്കുന്ന ആ വേദനയിൽ, ആ വേളയിൽ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന പുരുഷൻ്റെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു മൂളൽ മാത്രം മതി പുരുഷാരത്തിന് ഇവരുടെ മേൽ കല്ലുകൾ എറിയാൻ. മോശയിക നിയമപ്രകാരം, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണമെന്ന ഞങ്ങളുടെ പ്രമാണം. അങ്ങ് ഇവൾക്കെന്ത് ശിക്ഷ വിധിക്കുന്നു? യേശുവിനെ കൊടുക്കേണ്ടതിന് വേണ്ടി അവർ ചോദിച്ചതാണ്. എന്നാൽ യേശു ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എഴുതിക്കൊണ്ടിരുന്നു.
അവൾക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും. പലരും വിധിക്കുന്ന വിധി മരണവിധിയായിരിക്കാം. അവരുടെ കരത്തിൽ നിയമത്തിൻ്റെ നൂലാമാലകളും നിയമത്തിൻ്റെ അധികാരവും ഉണ്ടായിരിക്കാം. എന്നാൽ ആ നിയമക്കുരുക്കിൽ ആര് പെടണമെന്നും ആര് രക്ഷപ്പെടണമെന്നും തീരുമാനിക്കുന്നത് ഉയരത്തിൽ നിൽക്കുന്നവനാണ്. ആ ചോദ്യം വളരെ പ്രസിദ്ധമാണ്. എന്നാൽ യേശുവോ അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നിട്ടൊരു വാക്ക്. അവർ ചിന്തിച്ചത് മോശയുടെ നിയമത്തിലുള്ള കാര്യം എന്താണോ അത് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞാൽ, കണ്ടോ സ്ത്രീയെ, അവൻ നിങ്ങൾക്ക് ശിക്ഷ മേടിച്ചു തരുന്നു. അതുമല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷകനായിട്ടും എല്ലാ മേഖലകളിലും വളരെ ശാന്തമായും സൗമ്യമായും സ്നേഹത്തോടെ സഹകരിക്കുന്ന ഈ ദൈവം എന്ന് നിങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷകനെന്ന് നിങ്ങൾ വിധിക്കുന്ന, അതുമല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കുന്നവൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന ഏലിയാവെന്നോ ഇരമ്യാവെന്നോ ഒക്കെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഈ വ്യക്തി നിന്നെ രക്ഷിക്കാനല്ല നിന്നെ ശിക്ഷിക്കാനാണ് വിധിക്കുന്നതെന്ന് ഒരു പക്ഷേ ഇവർ പറയും. ഇനിയും അതല്ല, അവളെ വെറുതെ വിടുക എന്നാണ് വാക്കെങ്കിൽ അവർ പറയുന്നത്, ശ്രേഷ്ഠ പ്രവാചകനാകുന്ന മോശ നീണ്ട 40 ദിവസം പർവ്വതത്തിലിരുന്ന് ദൈവത്തോടു കൂടിയിരുന്നപ്പോൾ ദൈവം തൻ്റെ കരങ്ങളിൽ എഴുതി കൊടുത്തിരിക്കുന്ന നിയമത്തിൻ്റെ അകത്ത് ആ ദൈവത്തിൻ്റെ നിയമത്തെ ഇവൻ മാറ്റി. അത് വേണ്ട എന്ന് വെപ്പിക്കാൻ ഇവൻ ആര്? ഇതൊക്കെ ചോദിച്ചൊരു പക്ഷേ യേശുവിൻ്റെ നേരെ അവർ എഴുന്നേറ്റേക്കാം. എന്നാൽ യേശുവിനെ കുടുക്കുവാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ നടുവിൽ യേശു കൂളായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ വാക്ക്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരം, ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തൊരു വാക്ക്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചറ്റായിക്ക് സ്വന്തം ജീവിതത്തിൻ്റെ നേരെ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവർ. മുമ്പിൽ പാപം ചെയ്യപ്പെട്ട സ്ത്രീയാ നിൽക്കുന്നത്, അറിയാം. അപ്പം അവളെയല്ലേ വിധിക്കേണ്ടത്? അതെ. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങളോടാ ചോദ്യം എന്നൊരു പക്ഷേ ഹൃദയത്തിൻ്റെ ഉൾക്കാമ്പുകളിൽ ചിന്തിച്ചേക്കാം. യേശുവിൻ്റെ മറുപടി എന്തായിരിക്കാം? യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളിൽ പാവമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. സകല മനുഷ്യരും വഴിതെറ്റിക്കൊണ്ടിരാത്തവരായി ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും അകന്നു മാറിയിരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ പോലുമില്ല എന്ന് തിരുവചനം പറയുമ്പോൾ, സകല മനുഷ്യരും പാപം, ഏകൻ്റെ ലംഘനത്താൽ പാപത്തിൽ വീണുപോയ മനുഷ്യരാശിക്ക് വേണ്ടി രക്ഷകനായി അവതരിക്കപ്പെട്ട കർത്താവായ യേശു, വെളിപ്പെട്ട കർത്താവായ യേശു ആ സ്ത്രീയുടെ നടുവിൽ നിൽക്കുകയാണ്. താൻ പിന്നെയും നിലത്തെഴുതി. 9-ാം വാക്യം, അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. എന്നാൽ അവരുടെയൊക്കെ മനസാക്ഷിയിലേക്കാണ് യേശുവിൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ വിരൽ ചൂണ്ടലുകൾ. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇവൾ പ്രത്യക്ഷമായി പാപം ചെയ്തു. എന്നാൽ യേശുവിൻ്റെ വാക്കിങ്ങനെയാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവനെല്ലാം ഹൃദയമായി അവളുമായി വ്യഭിചാരം ചെയ്തു അല്ലെങ്കിൽ പാപം ചെയ്തുവെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ നിൽക്കുന്ന പുരുഷന്മാർ അവരുടെ മനസാക്ഷിയിലേക്കാണ് കുത്തുകൊള്ളുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൾ നിൽക്കുന്ന സ്ഥാനം സുരക്ഷിതം അല്ല എന്നായിരിക്കാം ആദ്യം മുതൽ ആ ടൈം വരെ അവൾ വിചാരിച്ചത്. ന്യായപ്രമാണം അരുത് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ
കൃപയുടെ പ്രമാണം സംരക്ഷിക്കുവാൻ, പാപത്തെ ക്ഷമിക്കുവാൻ, ചെയ്ത സകല തെറ്റുകളെയും കുറവുകളെയും ക്ഷമിക്കുവാൻ അവളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങളിൽ പാപം ഇല്ലാത്തവർ കല്ലെറിയട്ടെ. മനസാക്ഷിയിൽ വെട്ടേറ്റ മുറിവേൽക്കപ്പെട്ടവർ, മനസാക്ഷി കുത്തിത്തുളച്ചവർ മടങ്ങിപ്പോകുമ്പോൾ അവർ ചെയ്ത യാഗവും കർമ്മവും കർമ്മകാണ്ഡങ്ങളുമെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി പകരാത്ത നാഴികകളായിരുന്നു. മരണത്തിനു വേണ്ടി എടുത്തു വെച്ച സകല കല്ലുകളും താഴെയിട്ടവർ മടങ്ങി. യേശുവും സ്ത്രീയും മാത്രം തനിച്ചായി. അടുത്ത വാക്ക് യേശുവിൻ്റെ മറുപടി, അവർ നിന്നെ കുറ്റം വിധിച്ചില്ല, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ഇനിമേൽ പാപം ചെയ്യരുത്. കൃപ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ശക്തമായൊരു താക്കീത് കൊടുക്കുകയാണ്. ഇനിമേൽ പാപം ചെയ്യരുത്, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഇന്ന് പകൽ ഈ വചനത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാമോ? എൻ്റെ പാപം എന്നോട് ക്ഷമിച്ച്, എൻ്റെ അകൃത്യം എന്നോട് പുറത്ത്, എൻ്റെ ബലഹീനതകൾക്ക് തുണ നിന്ന്, എനിക്ക് വേണ്ടി എൻ്റെ പാവത്തെ കാൽവരി ക്രൂശിൽ സ്വന്തം ശരീരം കൊണ്ട് വഹിച്ച്, യശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അവൻ പാപം ആക്കപ്പെട്ടു. എനിക്ക് പകരക്കാരനായി യേശു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ എൻ്റെ സകല പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും എന്നേക്കുമായി മോചനം വിധിക്കുകയായിരുന്നു, എനിക്ക് പകരക്കാരനായി. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ഇനിയും പാപം ചെയ്യുകയില്ല. കാരണം രക്ഷയുടെ പ്രമാണം, എന്നെ സംരക്ഷിച്ച പ്രമാണം, ഹല്ലേലൂയ, എൻ്റെ കർത്താവായ യേശു പറഞ്ഞത്, ഇനിമേ പാപം ചെയ്യരുത്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.